നല്ലൊരു മസ്കുലർ നല്ലൊരു സൈസുള്ളൊരു വ്യക്തിക്ക് ആരോഗ്യം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇറ്റ് ഡിഫേഴ്സ് ദ വേ ഹി ട്രെയിൻ എന്ന് പറഞ്ഞാൽ അവർ ട്രെയിൻ ചെയ്യുന്ന രീതി പോലെ ഇരിക്കും അവർക്ക് ആരോഗ്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ. ഇത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പേഴ്സണലി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നല്ലൊരു മസ്കുലർ നല്ലൊരു സൈസുള്ള വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു പുള്ളപ്പ് പോലും അടിക്കാൻ പറ്റുന്നില്ല, അതിനുള്ള ഒരു ആരോഗ്യം പോലും ഇല്ല. അതിൻ്റെ കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ട്രെയിൻ ചെയ്യുന്ന രീതിയിലാണ്. അവർ കുറച്ചും കൂടെ ഹൈപ്പർട്രോഫി ഫോക്കസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. നമ്മൾ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുമ്പോഴും മോസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഹൈപ്പർട്രോഫിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ലാക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്, ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്, പവർ ട്രെയിനിങ്, എൻഡ്രൻസ് ട്രെയിനിങ്. ഇതെല്ലാം പറയുന്നത് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മളിത് ട്രെയിൻ ചെയ്യുന്നതും ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി ഡ്യൂറേഷൻ കാര്യങ്ങൾ വെച്ചാണ് ഇത് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രോപ്പർ വർക്കൗട്ട് പ്ലാനിങ്, എൻഡ്രൻസ് ട്രെയിനിങ്, ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്, സ്ട്രെങ്ത് ട്രെയിനിങ്, പവർ ട്രെയിനിങ് ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ ഹൈപ്പർട്രോഫി മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ പറഞ്ഞ ലാക്ക് ഓഫ് ആരോഗ്യം അല്ലെ ലാക്ക് ഓഫ് സ്ട്രെങ്ത് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ വർക്കൗട്ട് പ്രോഗ്രാമിൽ നിങ്ങൾ ഹൈപ്പർട്രോഫി മാത്രം ഫോക്കസ് ചെയ്യാതെ സ്ട്രെങ്ത് ഫോക്കസും എൻഡ്രൻസ് ഫോക്കസും ഫ്ലെക്സിബിലിറ്റി ഫോക്കസും ആയിട്ടുള്ള ട്രെയിനിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. പറ്റുവാണെങ്കിൽ നിങ്ങൾ പവർ ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ സ്പോർട്സ് സ്പെസിഫിക് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടും ചെയ്യാം. എല്ലാം നമ്മുടെ നീഡ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ബട്ട് സ്ട്രെങ്തും ഹൈപ്പർട്രോഫി ഫോക്കസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രെങ്ത് വേണം ഗൈസ്. അതിനനുസരിച്ചുള്ള എൻഡ്രൻസും ഫ്ലെക്സിബിലിറ്റിയും വേണം. ഇല്ലേ നിങ്ങൾക്ക് ആ ബോഡിയും കൊണ്ട് ഒരു ഉപകാരം ഇല്ലാതാവും. ഇറ്റ്സ് ലൈക്ക് ഒരു ബോഡി ബിൽഡിംഗ് ബോഡി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫിറ്റ്നസ് പറയുമ്പോൾ നമ്മൾ ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ചേർന്നാണ് നല്ലൊരു ഫിറ്റ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രെയിനേഴ്സിനോട് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ട്രെയിനേഴ്സ് ചോദിക്കുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റിയുള്ള നോളജ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. പിന്നെ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവർ പറഞ്ഞു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി അവർ ഇതിനെക്കുറിച്ച് കുറേ പഠിച്ചതും എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അവരുടെ നോളജ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഇല്ലാതായി പോകും. അപ്പോൾ അതിനനുസരിച്ചുള്ള ചാർജസും കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. സോ സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹെൽത്തി.